ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന അറിവ്, ഭീമാകാരമായ താങ്ങാവുന്നതിലപ്പുറമുള്ള വലിയ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അവരുടെ ഭാര്യമാർ പ്രൈവറ്റ് വാട്സാപ്പിലേക്കൊക്കെ ഉസ്താദെ എങ്ങനെയാണ് കടം വീടാൻ വേണ്ടി ഒരു ദുആ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പോഴും നമ്മളൊരു ദുആ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ഇത് ഞാൻ ചൊല്ലാറുണ്ട്, ഇത് ഞാൻ ഇത്ര വർഷം കൊണ്ട് ചെയ്യാറുണ്ട്, അല്പം ഒരു ആശ്വാസമുണ്ടെങ്കിലും പൂർണ്ണമായും ആ കടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കര കയറാൻ കഴിയുന്നില്ല ഉസ്താദെ എന്ന് നെഞ്ച് പൊട്ടി വിങ്ങുന്ന ഹൃദയത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വോയിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന നിലയിലിടുന്നത്. ഭർത്താവിൻ്റെ ഏത് പരീക്ഷണങ്ങളെയും അതിജയിക്കുവാനുള്ള ഏറ്റവും വലിയ കരുത്ത് ഭാര്യയ്ക്കുണ്ട്. ആ കരുത്ത് ഭാര്യയിലൂടെ അല്ലാഹു തആല ഭർത്താവിന് സുരക്ഷിതമായി, അത് സാമ്പത്തിക വിഷയമാണെങ്കിലും ശാരീരിക അസുഖങ്ങളാണെങ്കിലും അപകടങ്ങളിൽ നിന്ന് തടയപ്പെടുന്നതാണെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണുള്ളത്. കാരണം നാം പണ്ടൊക്കെ പറയാറുണ്ട്, വീട്ടിൽ ഇരിക്കുന്നവർക്കും കൂടി കഴിക്കുവാനുള്ള ഭാഗ്യമുണ്ടെങ്കിലേ ഭർത്താവിന് നല്ല ജോലി കിട്ടുകയുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. അത് 100% ശരി തന്നെയാണ്. കാരണം റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. റിസ്ക് അള്ളാഹു നൽകുമ്പോൾ ആ നൽകപ്പെടുന്ന വ്യക്തിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ഈ വിഷയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ എത്ര വലിയ കടവും വളരെ സന്തോഷകരമായി കാലതാമസമില്ലാതെ വീടുവാൻ ഭാര്യമാർ ചെയ്യേണ്ടത് മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം പൂർണ്ണമായും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിലുള്ള സമയത്ത് ടെലിവിഷൻ പോലെയുള്ള ഹറാമായ കാര്യങ്ങൾ കാണുകയോ അതല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള അനാവശ്യമായ ചാറ്റിംഗ്, ദീനീപരമായ അറിവുകൾ പഠിക്കുന്നതിനല്ല, അതല്ലാത്ത നിലയിൽ അനാവശ്യകരമായ നിലയിലുള്ള ചാറ്റുകളുമെല്ലാം പൂർണ്ണമായി മാറ്റിവെക്കുക. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ യാ ലത്തീഫു യാ അള്ളാ എന്ന് 6666 തവണ ചൊല്ലുക. യാ ഗനിയ്യു യാ അള്ളാ എന്ന് 313 തവണ ചൊല്ലുക. ഇത്രയും ചൊല്ലിയതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾക്കറിയാവുന്ന 101 സ്വലാത്ത്, അത് നാരിയത്ത് സ്വലാത്താകാം, ആളമ സ്വലാത്ത്, താജു സ്വലാത്ത്, സ്വലാത്തു തിബ്, ഏത് സ്വലാത്താണെങ്കിലും നിങ്ങൾ അറിയുന്ന സ്വലാത്തുകൾ ചൊല്ലുക. വലിയ സ്വലാത്തുകളാണെങ്കിൽ, ഉദാഹരണം ആളമ സ്വലാത്ത് പോലെയുള്ള സ്വലാത്താണെങ്കിൽ 11 ചൊല്ലിയാൽ മതിയാകും. ചെറിയ സ്വലാത്തുകളാണെങ്കിൽ 101 വീതം ചൊല്ലുക. ചൊല്ലിയതിനു ശേഷം മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടെ, വിശ്വാസത്തോടെ, നൊമ്പരമായ ഹൃദയത്തോടെ അള്ളാഹുവിനോട് നൊമ്പരപ്പെട്ടുകൊണ്ട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് എത്ര വലിയ കടമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ പരീക്ഷണങ്ങളിൽ അള്ളാഹു നിങ്ങളെ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇൻഷാ അള്ളാഹ് ആ രോഗങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവരുടെ കുടുംബത്തെ കരകയറ്റാൻ കഴിയും. ഭർത്താവ് ഇബാദത്ത് ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നു. ഭാര്യമാർ ഈ സമയത്ത്, പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരന്മാരുടെ ഭാര്യമാർ, അവർ വീട്ടിലിരുന്ന് അശ്രദ്ധരായി മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിലിരുന്ന് ടെലിവിഷൻ കാണുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ ആർത്തവ സമയമാകുമ്പോൾ സ്ത്രീകൾക്ക് ഇബാദത്ത് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് പല സഹോദരിമാരും ആ സമയങ്ങൾ പൂർണ്ണമായും ഇബാദത്ത് ചെയ്യാതെ അശ്രദ്ധരായി കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വിശുദ്ധ ഖുർആൻ മാത്രം ഓതൽ ഹറാമായിട്ടുള്ളൂ. ദിക്റുകൾ, സ്വലാത്തുകൾ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാം. അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലുക. നിസ്കാരമുള്ള സമയമാണെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഇശാഇൻ്റെ വാങ്ക് കൂടി കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാവൂ. ഇശാ നിസ്കരിച്ചതിന് ശേഷം മാത്രമേ ഈ ദിക്റുകൾ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിലുള്ള സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.